കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നരേന്ദ്രമോദിയെ കണ്ടത് സാമൂഹിക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. എ.പി. വിഭാഗം മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെക്കാലമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ നേരിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ സമീപനം ഇപ്പോൾ മാറുകയാണ്. ന്യൂനപക്ഷ ക്ഷേമവും വിദ്യാഭ്യാസവും സാമൂഹിക ഐക്യവുമാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഗ്രാൻഡ് മുഫ്തി വ്യക്തമാക്കുമ്പോൾ അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്ത്? രാജ്യം കണ്ടത് പുതിയ ഒരു ഔട്ട്റീച്ച് രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണോ? മോദി ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യനായി മാറുകയാണോ? കാന്തപുരവും മോദിയും ഒരു വേദിയിലെത്തുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ മാറിമറിയും? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ മഹി കിള്ളിപ്പാലത്ത് നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ മഹി, ഇത് എന്തിൻ്റെ ഒരു സൂചനയാണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? നമസ്കാരം. ഈ കാന്തപുരത്തിൽ ഈ മുസ്ലിങ്ങൾ ഈ നരേന്ദ്രമോദി എന്തുമാത്രം വെട്ടിക്കൊന്ന് ഈ സമയം എനിക്ക് കാന്തപുരത്തിന് മനസ്സിലായില്ലേ? ഈ മോദി മറ്റു മതങ്ങളെ മിഴുകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം വിമർശനങ്ങളെ റദ്ദ് ചെയ്യുക കൂടിയല്ലേ ഇത്തരം സന്ദർശനങ്ങളിലൂടെ? അതൊന്നല്ല അത് ഇലക്ഷന്റെ കണക്കാക്കി അവരെല്ലാം കൂട്ടുപിടിക്കണം. അതൊന്നുമല്ല. മുസ്ലിങ്ങൾ ഭയങ്കര ശാഖല്ലേ നരേന്ദ്രമോദിക്ക്. പിന്നെ എത്രയുള്ളൂ പറയാം. ഓക്കെ, വ്യക്തമാണ്. ശരത്ത് എന്നോടൊപ്പം ചേരുന്നത് ബാലരാമപുരത്താണ്. ശരത്ത്, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോ എനിക്ക് പറയാനുള്ളത്, BJP വന്ന സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ആദ്യം മുൻതൂക്കം കൊടുത്തത്. പിന്നെ അതിനുശേഷം ജനകീയമായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇവിടെ നടപ്പിലാക്കി. അപ്പം ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നും ഒരു വ്യത്യാസമില്ലാതെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും വേണ്ടി നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റം BJP കൊണ്ടുവരിക എന്നൊരു ആശയമാണ് ഇതിൽ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കും. ശരി, ഓക്കെ. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. ശ്രീ മുഹമ്മദ് മഞ്ചേരി, നമസ്കാരം സാറേ. നിങ്ങൾ എവിടെയാണ് കുറച്ച് ദിവസം? ഞാൻ ഒരു ചികിത്സയൊക്കെയായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം അവധിയെടുത്തു. മാത്രമല്ല എല്ലാ ദിവസവും ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്നെ കണ്ട് മുഷിയണ്ട എന്ന് കരുതി ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമാണ്. ആണോ? അതാണ് ചോദിച്ചത് കേട്ടോ. ശരി. ഏറ്റവും സന്തോഷങ്ങളില്ലേ? അതെയോ? പിന്നെ ന്യൂസ് 18 പ്രത്യേകിച്ചും. ഓക്കെ. പിന്നെ ഈ കാര്യത്തിൽ പറയാം. ഈ കാര്യം പിന്നെ അദ്ദേഹം അവരെ കാണാൻ പോയിട്ടുണ്ട്, അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ന്യൂനപക്ഷ പ്രീണനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇടക്കിടക്ക് പത്രത്തിൽ ഓരോ വാർത്ത ശ്രദ്ധിച്ചില്ല സാറേ? ഇത് അവർക്ക് ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ കണ്ണിന്റെ ഏറെ കണ്ടുകൂടാ. അവര് അടിച്ചാ തുപ്പുക, വേറെതാക്കുക, ഇങ്ങനെയൊക്കെ പലതും ചെയ്യാം. അപ്പൊ അതൊന്നും ഒരു ചേർന്നതല്ല ഒരു ഭരണകർത്താക്കൾക്കും. അല്ല, പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അതല്ലല്ലോ. പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, എക്സിൽ വലിയ അഭിമാനം എന്ന തരത്തിൽ അല്ലെങ്കിൽ പുകഴ്ത്തി പ്രശംസിച്ച് കുറിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ബഹുമാന്യ സാറേ, അദ്ദേഹം ഒരു വലിയൊരു നിലയിൽ നിൽക്കുമ്പോ അവിടെ ഒരു സന്ദർശനം ഉണ്ടാവുമ്പോ അതിന് മൂപ്പര് വളരെയധികം വ്യക്തതയോടുകൂടിയും പിന്നെ നല്ല സ്വഭാവത്തോടു കൂടിയും സംസാരിക്കേണ്ട ഒരു കടമയല്ലേ? ഉള്ളിൽ ഇങ്ങനത്തതല്ലേ, പിന്നെന്താ ചെയ്യണ്? അപ്പോ ഇത് പുറത്തേക്കുള്ളൊരു പ്രകടനമാണ്, ഉള്ളിൽ ഈ ആത്മാർത്ഥത ഇല്ല എന്നാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി പറയുന്നത്. അതെ. ഓഹോ, അപ്പൊ ഞാൻ എന്നോടൊപ്പം ഏതായാലും വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം ശ്രീ കുഞ്ഞാലിയും കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ശ്രീ കുഞ്ഞാലി, ശ്രീ മുഹമ്മദ് മഞ്ചേരി പറഞ്ഞ അഭിപ്രായത്തോട് ശ്രീ കുഞ്ഞാലിക്ക് യോജിപ്പാണോ? ഒരു തരത്തിലും മുഹമ്മദ് മഞ്ചേരിയോട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കാന്തപുരത്തിന്റെ നിലപാട് തന്നെയാണ് 100% ശരി. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. അതിന് തെറ്റുള്ളത് തെറ്റില്ല. എന്താ തെറ്റ്? സാറ് പറയും എന്ത് തെറ്റാണ്? നമ്മുടെ രാജ്യത്ത്
ഒരു പ്രധാനമന്ത്രിയെ ഒരു മുസ്ലിം പണ്ഡിതൻ കാണുമ്പോൾ അതിൽ ഇത്രമാത്രം എന്തിനാണ് വിമർശനം ഉന്നയിക്കുന്നത്? അപ്പൊ അതില് പല ആള് എനിക്ക് വിമർശനമൊന്നുമില്ല കേട്ടോ, പക്ഷെ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നത് ഈ ഇവിടെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ കണ്ടത്? പക്ഷെ അദ്ദേഹം അവിടെ എത്തി കണ്ടു സാറേ. അല്ല ശ്രീ കുഞ്ഞാലി, ഇതില് ആളുകൾ വിമർശനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം ഞാൻ പറയാം. അത് അവിടെ ഈ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് ശക്തമായ ഒരു ബോധ്യമുള്ള ആളാണ് കാന്തപുരം. അതിൽ കാന്തപുരം അദ്ദേഹത്തിന്റെ കഴിവുകളിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ ഏത് വിഷയത്തിലെടുത്ത് നോക്കി നിങ്ങൾ കാണുന്നില്ലേ? അത് ഞാൻ കാണുന്നു. അപ്പൊ കാന്തപുരം എന്തുകൊണ്ടും പ്രധാനമന്ത്രിയെ കണ്ടത് തികച്ചും അത് രാജ്യത്തിന്റെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുതന്നെയാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ അഭിപ്രായം. അല്ല, പക്ഷേ ഇതിലൊരു തർക്കം വന്ന എവിടെയാണെന്നറിയാമോ? അപ്പൊ ഇവിടെ പൂർണ്ണമായി സുരക്ഷിതരാണ്, BJP ഭരിക്കുന്ന രാജ്യത്ത് കൂടുതൽ സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയപ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയോ അതോ നേട്ടമായോ? ഈ വിമർശനത്തിന്റെ മേലിൽ ഏറ്റവും കൂടുതൽ ഏത് വിഷയമാണെങ്കിലും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അത് വിമർശിക്കേണ്ടത് വിമർശനം തന്നതിന്റെ രൂപത്തിൽ കാന്തപുരം ഉന്നയിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ തെറ്റി? നമ്മുടെ രാജ്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് അക്രമമാണ് ഉള്ളത്? നിലവിലെ സാഹചര്യത്തിൽ സാറ് എന്ത് പറയുന്നത്? നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് അക്രമമാണ് രാജ്യത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾക്കുള്ള അക്രമമുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായ രൂപത്തിൽ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അത് ആ സമയത്ത് തന്നെ കാന്തപുരം ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങ് പറയുന്നത് വിമർശിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം വിമർശിച്ചു, പക്ഷേ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അംഗീകരിക്കേണ്ടടുത്ത് അംഗീകരിച്ചു, കൂടിക്കാഴ്ച നടത്തി, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു, ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നേട്ടം മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിന് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച അല്ലേ? ദേശത്തിന് വേണ്ടിയല്ലാതെ ഇന്നേ വരെ ലോകത്തിലൊന്നും ചെയ്തില്ല. കാന്തപുരം വ്യക്തിപരമായിട്ട് കാന്തപുരത്തിന് എന്ത് നേട്ടമാണുള്ളത്? ആയിരക്കണക്കിന് അനാഥകളെ പോറ്റുന്ന കാന്തപുരത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ മർക്കസ് നോളജ് സിറ്റി പോലത്തെ സ്ഥാപനങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കി. അവിടെ ഒന്നും അദ്ദേഹത്തിന് അത് കണ്ട ആളുകൾക്ക്, അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഒരു അദ്ദേഹത്തെ വിമർശിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ ഒരു ചെറിയ വിഭാഗമാണെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയാണ് തികച്ചും മറ്റുള്ള മുസ്ലിം സംഘടനകൾ, ആ മറ്റുള്ള മുസ്ലിം സംഘടനകളാണ് അത് കൂടുതൽ ഞങ്ങൾ പേരെടുത്ത് പറയുന്നതിന് തെറ്റില്ല. കൂടുതൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ആളുകളാണ് അതിൽ മുമ്പ്. എന്തുകൊണ്ടാണ് ഈ മുജാഹിദ് ഇവരെ എങ്ങനെ എതിർക്കുന്നത്? അപ്പൊ മുജാഹിദ് സംഘടനാ തലത്തിലുള്ള എതിർപ്പ് തന്നെ, സംഘടനാപരമായ എതിർപ്പ്. കാന്തപുരം സാറിന് ഒന്നും മനസ്സിലാക്കില്ല. ഒരാൾക്ക് താങ്കളോട് അയാൾക്കൊരു ഇഷ്ടമില്ലെങ്കിൽ അയാൾ ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ നന്മകളെയും ഇടിച്ച് തരം താഴ്ത്തി കാണിക്കാനുള്ള തരം താഴ്ന്ന പരിപാടിയാണ് ആളുകൾ ചെയ്യുന്നത്. സംഘടനാപരമായുള്ള വിയോജിപ്പ് എല്ലാ കാര്യത്തിലും എതിർപ്പായി വരുന്നു, അതാണ് കാണേണ്ടത്. അങ്ങനെയാണ് പറയുന്നത്. സംഘടനാപരമായ വിയോജിപ്പ് മാത്രമേ ഇതിന് പറയാൻ കഴിയുള്ളൂ. ഇതിന് വേറെ ഒന്നുമില്ല. കാന്തപുരത്തിന്റെ പ്രവൃത്തി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹം ചെയ്തത് രാജ്യത്തിന്റെ മുസ്ലിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്. ലോകത്ത് അദ്ദേഹം കാലെടുത്തു വെച്ച എല്ലാ പ്രവർത്തനവും അത് എന്തെന്നായിക്കോട്ടെ, അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാം അദ്ദേഹത്തിന് വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ അപൂർവരായ ഒരാളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ശരി, അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. നമ്മൾ ദീർഘനാളായി സംസാരിച്ചിട്ട്. താങ്കള് പോയ ആ ഡോക്ടറെ എനിക്കും കൂടെ എവിടെയാണെന്നും അത് ഏത് ഡോക്ടറാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ, ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് പറ്റി? അല്ലെ, എന്റെ ഗ്ലാമർ നഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഒന്ന് ഇതേപോലെ ആക്കി എടുക്കണം. ഇത് ഗ്ലാമർ അല്ല കേട്ടോ, ഇത് ചെറിയ മേക്കപ്പിന്റെ. പിന്നെ അതൊന്നും അല്ല, നേരത്തെ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു, ഇത്രയും സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ആകെ മൊത്തത്തിലൊന്ന് മാറി. എനിക്ക് വന്ന ഒരു പൈസ ഒന്നും വിഷയമല്ല, എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. അത് ശരി, അപ്പൊ നോക്കാം. അത് പെട്ടെന്ന് അങ്ങനെ പുറത്തു വിടാൻ പറ്റില്ല, ഞാൻ രഹസ്യം ഒന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. കാര്യം എന്റെ ഗ്ലാമറൊക്കെ പോയി മുഖമൊക്കെ ചുക്കി ചുളുങ്ങി എനിക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണം. ആണോ? പിന്നെ കാവളൊക്കെ ഇപ്പൊ നല്ല പെരുവി നല്ല സെറ്റപ്പ് ആയിട്ട്. ഇപ്പൊ മമ്മൂട്ടിയുടെ ഒരു സൈഡ് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടാ.
ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിനെ ഇത് മമ്മൂട്ടിയോ മറ്റോ അറിഞ്ഞാൽ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? എനിക്ക് പിന്നെ മമ്മൂട്ടിയുടെ ഫിഗർ അനുവദിക്കുന്നവരെയൊക്കെ മമ്മൂട്ടി എന്നേ വെടിച്ചോല്ലടാ. നടക്കണ കാര്യമാണ്. നമ്മളെ പിന്നെ പുള്ളിക്കാരെ ആദ്യം പറഞ്ഞ ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന് പ്രായമുണ്ടെങ്കിലും പക്വതയില്ല. സത്യം പറഞ്ഞ ലോകം മുഴുവനും മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ കയറുന്ന പള്ളിയിൽ പോലും സുരക്ഷിതമല്ലാതെ ഒരു പിന്നെ ഭസ്മമായിക്കൊണ്ടിരിക്കുന്ന അതാണ് നമ്മൾ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിലല്ലാതെ ഇത്രയും സുരക്ഷിതവും സന്തോഷവും ആഹ്ലാദകരമായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തൊരു രാജ്യം പറഞ്ഞു തരാമോ? ഒരു ഭരണാധികാരികൾ ഈ മനുഷ്യനൊക്കെ ഈ പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നല്ലാതെ വാർത്തയോ പത്രമോ ഇതൊന്നും കാണുന്നവരല്ലേ? മഞ്ചേരിയെ പോലുള്ള ഈ പ്രായമുണ്ട്, 10 പൈസയുടെ വിവരമില്ല, പക്വതയില്ല. അല്ലെങ്കിൽ പറയും ഒരു ലോക നേതാവാണ് ഈ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, ലോക നേതാവാണ്. ലോകത്തുള്ള നേതാക്കന്മാരെല്ലാം നെഞ്ചിലേറ്റിയ ഒരു മഹാ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കാണുക എന്ന് പറഞ്ഞത് പിന്നെ അത് അദ്ദേഹത്തിന്റെ ഭാഗ്യമായിട്ട് കൂട്ടിക്കൊണ്ടാൽ മതി. അത്ര തന്നെ. ഇത് ഒന്നാലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി മറ്റുള്ള രാജ്യങ്ങളിൽ, പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാനിലോ ഇറാഖിലോ എവിടെ ആവട്ടെ, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഒരു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള, മുസ്ലിങ്ങൾ മാത്രമുള്ള പിന്നെ രാജ്യത്ത് ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് അവര് കുമ്പിടുന്ന പിന്നെ അവരെ ശിരസ് നൂരാനുള്ള സമയം കൊടുക്കുന്നില്ല. അവര് ഭസ്മായി കളയാണ് സ്വന്തം നാട്ടുകാർ തന്നെ. അപ്പൊ അങ്ങ് ഏതായാലും ഈ കാന്തപുരത്തിന്റെ ഈ നിലപാടിനോട് യോജിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഏതായാലും ദീർഘനാളിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നല്ല കാര്യമല്ലേ അത്? നല്ല കാര്യമല്ലേ? ഓക്കെ, സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പിന്നല്ലാതെ ഓക്കെ. അപ്പൊ എന്നോടൊപ്പം യൂട്യൂബിൽ നിറയെ പ്രേക്ഷകർ ചേരുന്നുണ്ട്. ഷിജു എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ധാരാളം കമൻറ്റ് വായിക്കുന്നതിന് ഞാനൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നു എന്നാണ് ഷിജു പറയുന്നത്. അപ്പോൾ ഞാൻ ധാരാളം പരമാവധി കമൻറ്റുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ശ്രമിക്കാം, അതാണ് എനിക്ക് ഷിജുവിനോട് നൽകാനുള്ളത്. അപ്പോൾ സമസ്ത അപ്ലൈഡ് ദ സെയിം തിയറി ഓഫ് തപ്സി പന്നു ദ ആക്ട്രസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കിഷോർ കോന്നി പറയുന്നു, എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. കിഷോർ കോന്നിക്ക് എൻ്റെ ഹായ്. സമസ്തയുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പ്രമോദ് നാണു എനിക്കൊരു ചുവന്ന എനിക്കാണോ എന്നറിയില്ല, സമസ്തയ്ക്കാണെന്ന് അറിയില്ല, ഒരു ഹൃദയം അയച്ചിട്ടുണ്ട്, കാവ്യ ഹൃദയമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മനു അടിപൊളിയായിട്ടുണ്ട്, ഒരു അഡ്വക്കേറ്റിൻ്റെ ലുക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ശശിധരൻ പിള്ള. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ അത് കോട്ടിട്ടുകൊണ്ടാണോ എനിക്കറിയില്ല. ഏതായാലും ശ്രീ ശശിധരൻ പിള്ളയ്ക്ക് എന്നെ ഇന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കൊള്ളാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല ഇന്ന് AK കൃഷ്ണൻകുട്ടി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്. കോഴി കുറുക്കനെ ക്ഷണിക്കുന്നു, ഞങ്ങളെ സംരക്ഷിക്കൂ എന്ന് അപേക്ഷിക്കുന്നു. കുറുക്കൻ ഹാപ്പിയാണ്, കോഴിയുടെ കാര്യം കഷ്ടമാണ് എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി ഇതിനെ പരിഹസിക്കുന്നു. അപ്പോൾ കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ എന്ന് മോഹനൻ എന്നോട് പറയുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ PR 8733 എന്നോട് പറയുന്നത് ഇന്ന് പിന്നെ രാധാകൃഷ്ണൻ PR എന്നോട് പറയുന്നത്, നമസ്കാരം, മോദിജി കാന്തപുരവുമായി സംസാരിച്ച് ഇവിടെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കട്ടെ, അതിനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോട്ടക്കൽ ആയുർവേദിയുടെ ട്രീറ്റ്മെൻ്റ് ആണോ എന്ന് തോന്നുന്നു എന്ന് ഉണ്ണികൃഷ്ണനോട് പിന്നെ ശശിധരൻ പറയണം. എൻ്റെ കാര്യമാണ്, എന്നെ പരിഹസിക്കുകയോ തമാശയാക്കുകയോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കോട്ടക്കലിൻ്റെ ആണെന്നാണ്. ഏതായാലും അതല്ല, ഇത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ശ്രീ ശശിധരൻ നമുക്ക് തുറന്നു പറയാനാവില്ല, ചിലതൊക്കെ ഒരു രഹസ്യമാണ്. അപ്പോൾ അത് അങ്ങനെ വെക്കാം. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. അത് നമ്മുടെ ശ്രീ ഡേവിഡ് വിജയാണ്, പള്ളുരുത്തിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, ഇത് നരേന്ദ്രമോദിയുടെ ട്വിറ്റർ ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഹാഡ് എ വെരി ഗുഡ് ഇന്ററാക്ഷൻ വിത്ത് അല്ല, ഞാൻ എനിക്ക് ഇതിൽ പറയാനുള്ളത് കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ്മീർ വിഘടനവാദം തുടങ്ങിയ കാലത്ത് ആദ്യം ചാടി പറഞ്ഞ ഒരു നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തെ നേതാവെന്നൊന്നും വിളിക്കില്ല, ഒരു ആത്മീയ ഗുരുവല്ലേ, നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു ഇങ്ങനെ കാശ്മീർ നടക്കില്ല, കാരണം അങ്ങനെ നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഉണ്ടാവില്ല. ആർട്ടിക്കിൾ 370 പോലും അദ്ദേഹം എതിരാണ്. അദ്ദേഹം ഇഷ്ടം പോലെ ധാർമ്മിക പ്രവർത്തനങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നതാണ്. നേരത്തെ ഒരു ചങ്ങായി അവിടുന്ന് മഞ്ചേരിയോ പറഞ്ഞ കൂട്ട് അവർ സുരക്ഷിതരല്ല എന്നൊക്കെ പറഞ്ഞത്, അവരൊന്നും ഈ നാട് വിട്ട് പോവാത്തോണ്ടാണ്. ഞാൻ അറിഞ്ഞൂടാ, ഞാൻ മിക്കവാറും ഗുജറാത്തിൽ ഉണ്ടാകുന്ന ആളാണ്. അവിടെ നിന്ന് 6 RPF കോൺസ്റ്റബിൾമാര് അവരുടെ ഡിറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, അത് മലയാളത്തിൽ എന്താ പറയുന്നത്, കൃത്യവിലോപം, അവര് സബർമതി എക്സ്പ്രസ് ലേറ്റ് ആണെന്ന് പറഞ്ഞപ്പോ അതിൽ പോണതായിട്ട് ഒപ്പിട്ടിട്ട് വേറൊരു ട്രെയിനിലേക്ക് കയറി.
കയ്യിൽ ആംഡ് കോൺസ്റ്റബിൾസ് ആണ് നിറച്ച ആംസും അമ്യൂണിക്കേഷനും ഒക്കെ ഉള്ളത്. ആ ട്രെയിൻ ആ സബർമതി എക്സ്പ്രസ് ഗോദ്രയിലെത്തിയപ്പോ ഇവര് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവർ തന്നെ സ്വയം വിളിച്ചു വരുത്തിയ ഒരു അപകടമാണ്. ആ 6 പേരും സുപ്രീം കോടതി വരെ പോയി, RPF ജവാൻസ്. അവരെ ഇതൊന്നും മലയാളം പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്യില്ല, എന്നിട്ട് അവരെ ശിക്ഷിച്ചു. അപ്പൊ അതുപോലെ അവിടെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിച്ചു. അതിന് പകരം എന്താണ് നരഹത്യ, മറ്റേ ഹത്യ, വംശഹത്യ, അതിന് മോഡിയാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പേപ്പറുകൾ നടത്തുന്നതാണ് ഈ സമുദായങ്ങളെ പറ്റി അകൽച്ച വരുന്നത്. ഇപ്പൊ ഞാനും ഒരു ന്യൂനപക്ഷക്കാരൻ തന്നെയാണ്. നമുക്കെതിരെ ഛത്തീസ്ഗഡിലും അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചിട്ട് രാഷ്ട്രത്തിനെതിരായിട്ടോ പ്രധാനമന്ത്രിക്കെതിരായിട്ടോ നിൽക്കാൻ പറ്റില്ല. അത് നെഹ്റു തൊട്ടുള്ള കാലത്തെ ഇങ്ങനെ ഈ ജമീന്ദാർമാരുടെ അവിടെ ചെന്നിട്ട് അവരെ നന്നാകുന്നത് കണ്ടുകൂടാ. അവർ നല്ല നിലയിലെത്തുന്നത് പാവപ്പെട്ടവർക്കൊന്നും അടിമകളെ വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ വർഗീയതയൊന്നുമില്ല. ധർമാന്തരം വേറൊരു ധർമ്മത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പൊ നമ്മുടെ ശിവദാസൻ ബാലരാമൂര് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ശിവദാസനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. സാറേ നമസ്കാരം. നമസ്കാരം. ഇന്നലെ വിളിച്ചല്ലേ ഉള്ളൂ സാർ? ഇന്നലെ വിളിച്ചായിരുന്നല്ലോ സാറേ. ഇത് ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു, ഞാൻ TV ഇല്ല. ഞാൻ വിഷയം എന്താണ് സാറേ? കാന്തോത്തം ഒന്ന് നോക്കണം, ഞാൻ അപ്പോഴേക്കും മടങ്ങി വരാം. ഓക്കെ, അപ്പൊ സന്ദീപ് കൂടി എന്നോടൊപ്പം ചേർന്ന് ഉള്ളൂരിന്ന്. സന്ദീപ് നമസ്കാരം. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് നമുക്ക് ഇതിനെ കാണേണ്ടത്. നമ്മളെ ഇന്ത്യ എന്നൊരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു നല്ലൊരു തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതിന്റെ പോസിറ്റീവ് തിങ്കിങ്ങിന് മാത്രം നമ്മൾ എടുക്കുക, പോസിറ്റീവായിട്ടെല്ലാം എടുക്കുക. അല്ലാണ്ട് ഇപ്പോ കാന്തപുരം മുസ്ലിംസിന് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മുടെ ഒരു ബ്രദേഴ്സ് ആണല്ലോ അവർ, അല്ലാണ്ട് അവരെ വിട്ടിട്ട് നമുക്കൊരു രാജ്യമില്ലല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് നമ്മൾ അവരെ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇപ്പൊ ആരാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവര്? അത് വെറും പൊളിറ്റിക്സ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യം എന്നും ഇങ്ങനെ ഹിന്ദു മുസ്ലിം അടിയുണ്ടായിക്കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. നമ്മൾ ആരോഗ്യ ഇനിഷ്യേറ്റീവ് അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു ഇൻക്ലൂസീവ്നെസ് പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ നിലപാടിൽ ആത്മാർത്ഥതയുണ്ടോ? അല്ല, നമ്മളിപ്പോ നമ്മൾ ഇപ്പൊ NDA ഗവൺമെന്റിന്റെ പോളിസി തന്നെ നോക്കുവാണെങ്കിൽ അതിലൊരു ഡിഫറൻഷിയേറ്റിംഗ് പോളിസി ഒന്നുമില്ലല്ലോ. അതായത് ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഒരു എതിരൊരു പോളിസി ഇറക്കുക, അല്ലെങ്കിൽ ഒരു സഹായം കൊടുക്കുക, അല്ലെങ്കിൽ മുസ്ലിംസിന് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും തോന്നുന്നില്ലേ? താങ്കൾക്ക് ആർക്കും തന്നെ കാണത്തില്ല. അപ്പോൾ അത് ആത്മാർത്ഥമായി തന്നെയാണല്ലോ ഗവൺമെന്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് കാണിച്ച ന്യൂനപക്ഷങ്ങൾക്ക് സ്പെഷ്യൽ പരിഗണന കൊടുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് കൊടുക്കുവാണെങ്കിൽ എല്ലാ പദ്ധതികളും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിന് ആരും ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട, നല്ല രീതിയിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ആൻഡ് സീ വാട്ട് വിൽ ബി ദ റിസൾട്ട്. അതാണല്ലോ അതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം. അല്ലാതെ മുമ്പ് നമ്മൾ ഡോണ്ട് ജമ്പ് ഇൻ ടു ദി ഗൺ എന്നാണല്ലോ. നമ്മൾ ആദ്യമേ തന്നെ പോയിട്ട് ഇല്ല ഇതിങ്ങനെയല്ല അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവർ ഏത് ഡേറ്റയുടെ പിൻബൽസ് ആണ് പറയുന്നത്? ആത്മാർത്ഥത ഇല്ല എന്ന് ഈ ഇപ്പൊ താങ്കൾക്ക് യൂട്യൂബിൽ കുറെ പേര് അയക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, ഞാൻ ഇത് യൂട്യൂബിൽ അയക്കുന്നുണ്ട്, ഡാറ്റയുടെ അടിസ്ഥാനത്തിലല്ല. നേരത്തെ വന്ന വിമർശനങ്ങൾ അപ്പോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെയാണ് അവർ പറയുന്നത്. നേരത്തെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അല്ല, വിമർശനങ്ങൾ സാർ ഇപ്പൊ എന്താ, അത് എന്ത് ബേസ്, അതാണ് എന്ത് ബേസിസ് എന്തായിരിക്കും? ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പുള്ളി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അയൽവക്കത്തെ രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശ്, അഫ്ഗാൻ, പാകിസ്ഥാൻ, ഈവൻ കുറച്ചുകൂടി നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയ അങ്ങനെ ഏത് രാജ്യങ്ങൾ നോക്കിയാലും നമുക്കറിയാം അവിടുത്തെ ഈവൻ മുസ്ലിംസിൽ തന്നെ ഷിയ സുന്നികൾ തന്നെ ഉള്ള പ്രശ്നം നമുക്കറിയാം. കഴിഞ്ഞ ലാസ്റ്റ് വീക്കാന്ന് തോന്നുന്നു നമ്മുടെ ഷിയ പള്ളിയിൽ പോയി 10-60 പേര് അവര് ബോംബിട്ട് കൊന്നത്. അപ്പോ എന്തുകൊണ്ടും മുസ്ലിങ്ങൾക്ക് അവരുടേതായ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം ഇന്ത്യയാണെന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. അതിലിപ്പോ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി പുറമേ നോക്കിക്കാണുന്ന ആർക്കും അതിലൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിനെ ഒരു കാര്യം കൂടി, അപ്പൊ ഇതിന് കോൺട്രഡിക്റ്റ് ആയിട്ട് ആൾക്കാർ പറയാൻ പോകുന്ന ഒരു കാര്യം മറ്റേ അവിടെ നോർത്തില് പശുക്കടത്ത് തല്ലിക്കൊല്ലുന്നില്ലേ, ഇവിടെ കൊല്ലുന്നില്ലേ എന്നുള്ളതായിരിക്കും അവർ കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം. നമ്മൾ വിചാരിക്കുന്നത് 120 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതില് പല പല ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ ചെറിയ ചെറിയ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളത് പൊലിപ്പിച്ച് കാണിച്ച് അത് മാത്രമാണ് മെയിൻ ഇഷ്യൂ എന്ന് കാണിക്കുന്നതിനോട് വിയോജിപ്പുണ്ട്. അല്ല, അത് മെയിൻ ഇഷ്യൂ അല്ല, പക്ഷെ ആ ഇഷ്യൂ കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരി നമുക്കിപ്പോ ഇവിടെ മധുവിന്റെ കേസ് വന്നിട്ട് പലരുടെയും കേസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഹൈപ്പോത്തറ്റ് ചെയ്തുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ അതൊരു വലിയ ഇഷ്യൂ ആണോ? അല്ല, അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ ആ ഒരു വിസ്തൃതിയും 120 കോടി ജനങ്ങളും അവരുടെ പൊളിറ്റിക്കൽ, റിലീജിയസ് അങ്ങനെ പല പല കാര്യങ്ങളും ചിന്തിച്ചു വരുമ്പോൾ ഈ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ നോമിനലാണ്, വളരെ കുറച്ചാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെച്ചായിരിക്കും നമ്മൾ ഒരിക്കലും ഈ സംഭവത്തെ ജഡ്ജ് ചെയ്യേണ്ടത്. ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നന്ദകുമാർ
പി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒരു ശുഭസൂചനയായി തോന്നുന്നു, പ്രബുദ്ധ കേരളം മാറി ചിന്തിക്കാൻ തുടങ്ങി, രാജ്യം ഒന്നാമത് എന്ന് നന്ദകുമാർ പറയുന്നു. ശരത് ബാബു എന്നോട് പറയുന്നു ഭാവി BJPയുടെ കയ്യിൽ ആണെന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയതെന്ന് പറയുന്നു. മുരളീധർ പിന്നെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കാന്തപുരം പറഞ്ഞതുകൊണ്ടായില്ല, VD സതീശൻ പറയണം എന്ന് പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മുരളീധർ നമുക്ക് ഒപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്, എനിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അരുന്ധതി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, അപ്പം അവർക്ക് എൻ്റെ ആശംസകൾ. ബീഫ് കൈവശം വെച്ചെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്നത് എന്തിനാണ് എന്ന ചോദ്യം അപ്പോൾ ജയകുമാർ ഉന്നയിക്കുന്നു. കാന്തപുരം കണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, BJP അധ്യക്ഷനല്ലല്ലോ, പ്രധാനമന്ത്രി മറ്റു പാർട്ടികൾ കണ്ടിരിക്കുന്നു, ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർ കണ്ടിരിക്കുന്നു, ഇത് ഇത്ര വലിയ വിഷയമാക്കേണ്ടതുണ്ടോ എന്ന് ശശിധരൻ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ചർച്ചകൾ തുടരുകയാണ്. പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്ക് ചോദിക്കാനുള്ള ഈ പ്രധാനമന്ത്രിയെ കാന്തപുരം കൊണ്ട് നിർത്തപ്പോ ആ മറ്റേ വീണ്ടും മുഹമ്മദ് മഞ്ചേരിന്നല്ല, ബില്ലാദൻ മഞ്ചേരിന്നല്ല, ഒരു ഭൂലോക നമ്മൾ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് പോണ്ട. ഓക്കെ, ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, നമസ്കാരം. നമസ്കാരം. സബ്കെ വികാസ്, ഈ ഹിന്ദി വാക്കിന്റെ അർത്ഥം കാന്തപുരം അഭിഭാഷകർക്ക് അറിയാം, പക്ഷെ ബഹുമാന്യായ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കും അറിയില്ല. ബഹുമാന്യായ കൃഷ്ണൻകുട്ടി സഖാവുണ്ടല്ലോ, അദ്ദേഹം എന്നെയൊക്കെ പേരെടുത്ത് വർഗീയവാദി എന്ന് വിളിക്കുന്ന ആ ബഹുമാന്യ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കോഴി കുറുക്കനെ മാടി വിളിക്കുന്നു, ഇതാണ് അവരുടെ രസം, അവർ ആസ്വദിക്കുന്നത് അതാണ്. ഹിന്ദു മുസ്ലിം ആ ബദ്ധ ശത്രുത ഇന്ത്യ രാജ്യത്ത് നിലനിന്ന് കാണുമെന്ന് വിചാരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ നീച മനസ്ഥിതി ഉണ്ടല്ലോ, ആ വർഗീയത, അതൊക്കെ പുറത്ത് ചാടട്ടെ. ഇതിനൊന്നും ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ രാജ്യത്ത് സബ്കെ സാത്ത് സബ്കെ വികാസ്, ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാണ്, ഇന്ത്യ ഒന്നാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ പ്രധാനമന്ത്രിയെ കാണാൻ ബഹുമാന്യ നേതാവ് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന വാക്കിന്റെ ഹിന്ദി വാക്കിന്റെ അർത്ഥം അറിയാം. പക്ഷെ ബഹുമാന്യ കൃഷ്ണൻകുട്ടി സഖാവിനെ പോലത്തെ വർഗീയവാദികൾ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. എനിക്ക് അത്രയേ പറയാനുള്ളൂ. എന്നെയൊക്കെ പല പ്രാവശ്യവും വർഗീയമായി ചിത്രീകരിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷെ ആരാണ് വർഗീയവാദി എന്ന് ഇന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണ്ടേ. കുറുക്കൻ കോഴിയെ മാടി വിളിക്കുന്നു. ആരാണ് കുറുക്കൻ, ആരാണ് കോഴി, ആരാണ് ഈ കൃഷ്ണൻകുട്ടിക്ക് അവകാശം കൊടുത്തത് കൃഷ്ണൻ കോഴിയെ നമ്മൾ വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകണ്ട. എന്നെ വർഗീയവാദിയെന്ന് 3 പ്രാവശ്യം കഴിഞ്ഞ 3 ദിവസം മുമ്പ് വിളിച്ചതാ. കിരൺ സാർ അന്ന് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ വർഗീയവാദി എന്ന് എന്നെ വിളിക്കാൻ അദ്ദേഹത്തിന്റെ അധികാരം. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വർഗീയതയാണ് തികട്ടി വരുന്നത്. ശരി, ഞാനൊന്നുണ്ടായില്ല. ഏതായാലും അത് നമ്മൾ ആ ഒരു വ്യക്തിപരമായ തർക്കങ്ങളിലേക്ക് നീങ്ങാതെ നമുക്ക് ഇതിലേക്ക് പോകാം. അഹമ്മദ് ബാബ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. ഞാൻ ഇന്നലെ അഹമ്മദ് ബാബയെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് ജയരാജ് കാടാമ്പുഴയിൽ നിന്ന് വിളിച്ചപ്പോൾ. ശ്രീ അഹമ്മദ് ബാബ, സുഖമായിരിക്കുന്നോ? നമസ്കാരം. നമസ്കാരം. ഞാനും തന്നെ താങ്കളെ ടിവിയിലെങ്കിലും ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ എന്താണെന്ന് ഇന്നലെ ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇല്ല. പിന്നെ നമ്മൾ അയൽവാസി കാടാമ്പുഴന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഒരു അയൽവാസി വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ കുട്ടികളെ കൊണ്ടുവരാൻ പോകാനുള്ളത് കൊണ്ട് അധികം അങ്ങനെ ഇതാക്കിയിട്ട് ഇതാവില്ല. ഏതായാലും സുഖമാണല്ലോ. ഈ വിഷയത്തില് അഭിപ്രായം പറഞ്ഞാല് ഞാനിപ്പോ ഈ പിന്നെ കാന്തപുരം അതുപോലെ അതിനോട് വരുന്ന ആളുകളോടൊന്നും ആശയപരമായിട്ടൊരു യോജിപ്പുള്ള ആളല്ല ഞാൻ. അതെന്റെ ആശയം വേറെയാണ്. ഇതിപ്പോ ഈ ആട്ടിൻകൂട്ടങ്ങളെ ചെന്നായ്ക്കള് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതൊരു അത്ഭുതം തന്നെയാണ്. ഇത് സംസ്ഥാന നേതൃത്വ BJPയുടെ നേതൃത്വത്തിലുള്ള ചില ആളുകൾക്ക് ഇതിനകത്ത് കൈയുണ്ട്. എന്റെ ഒരൊറ്റ വാക്കിലുള്ള അഭിപ്രായം, ED ഏകദേശം കാന്തപുരത്തിന്റെ മർക്കസിന്റെ ആ വേലിക്കെട്ടിന്റെ അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതൊന്നങ്ങോട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാന്തപുരം ചെയ്ത ഒരു പരിപാടിയാണിത്. അതല്ലാതെ ഇതില് വേറെ ഒരു ഇതുമില്ല. ഇപ്പൊ അടുത്താണ് ഒരാൾക്കൂട്ട വിചാരണ നടന്നത്, ജയ്സ്വ വിളിക്കാത്തത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ കാന്തപുരം എന്തുകൊണ്ട് ഗുജറാത്തിലേക്കൊന്ന് പോയിട്ട് മോദിനെ ഗുജറാത്ത് പോയിട്ട് മറ്റേ യോഗി ആദിത്യനാഥിനോടൊന്ന് സംസാരിക്കാത്തത്? ഇവരെ എവിടെ സംരക്ഷിക്കാനാണ് ഈ പിന്നെ അപ്പൊ ഇപ്പൊ കാന്തപുരം പറയേണ്ടി വരുമല്ലോ, അതൊക്കെ ഒരു ചക്ക മുറിക്കുമ്പോ ഒരു കുരു ഒക്കെ അറ്റുപോകുന്നു. ഇപ്പൊ വേറൊരു സംഭവം ഉണ്ട്, അതൊക്കെ ഇന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ കിടന്ന് കളിക്കാണ്. ഇതിനൊക്കെ പറ്റി പറയുമ്പോ വളരെയധികം സംസാരിക്കാനുണ്ട്. പക്ഷെ കാന്തപുരത്തിന്റെ ഈ നാടകം എന്തിനാന്നുള്ളത്
ശരിക്കുള്ളവർക്കൊക്കെ മനസ്സിലാകും. പിന്നെ ഇപ്പൊ അതിനു മുന്നേ വേറൊരാള് വിളിച്ചു പറഞ്ഞ് വർഗീയവാദിയായി ചിത്രീകരിക്കാൻ, ഈ ഹിന്ദി പറയാൻ ഞങ്ങൾക്കൊക്കെ അറിയും, എനിക്കും അറിയും നന്നായിട്ട് ഹിന്ദി പറയാന്. 40 വർഷമായിട്ട് ഹിന്ദിയുടെ പരിചയമുണ്ട്. അപ്പൊ ഹിന്ദി ഒന്നും പറഞ്ഞിക്കാണ്ട് ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കണ്ട. അതൊക്കെ തെറ്റാണെന്നുള്ള അഭിപ്രായത്തിന് തന്നെ ഞാൻ വർഗീയമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി. ബാലകൃഷ്ണന്റെ സ്ഥിതി അതാണോന്നൊന്നും ഇപ്പൊ നമുക്ക് ഡയറക്റ്റായി അറിയില്ല. അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ പോലെ വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിലേക്ക് പോകുന്നതൊന്നും ശരിയല്ല. പക്ഷെ കാന്തപുരം ഈ നാടകം നടത്തിയത് കൊണ്ടൊന്നും ഇവിടെ ഇപ്പൊ ക്രിസ്തീയ സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, ഇവിടെ അതിൻ്റെതായ ഇവിടുത്തെ ഒരു മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ വേറൊരു പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ ഇവരൊക്കെ എവിടെ സംരക്ഷിച്ചത്? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഇടയിൽ കൂടി ഈ ഇഡി ഇങ്ങനെ ഒന്ന് കറങ്ങണമുണ്ട്. അപ്പൊ ഇഡി ഒന്നാണ്ട് നീങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിത് എന്നല്ലാതെ ഇതിൽ നിന്ന് കാന്തപുരം കണ്ടമാന എതിർപ്പുകൾ നേരിടേണ്ടി വരും, കുറച്ചൊന്നായിരിക്കൂല. പിന്നെ പണം, അതാണ് ഇവരുടെ കയ്യിലുള്ളതൊക്കെ. അതേത് വിധത്തിൽ വന്നാലും പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നുള്ള ഒരു തത്വം തന്നെ. കാന്തപുരം ഈ നടത്തിയിട്ടുള്ള ഒരു നാടകമാണ്. ഇതിന്റെ പിന്നിൽ മറ്റുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. ഇതുകൊണ്ടൊന്നും യാതൊരു വിധത്തിലും വിജയിക്കാനും പോകുന്നില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇതിനുള്ള ഒരു മറുപടി ഉണ്ടാകുമ്പോ എന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അഭിപ്രായമില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ അജയ് കുമാർ കൂടി എന്നോടൊപ്പം ചങ്ങനാശ്ശേരി നിന്ന് ചേരുകയാണ്. ശ്രീ അജയകുമാറുമായി സംസാരിച്ചിട്ടും കുറച്ച് ദിവസമായി എന്നാണ് ഞാൻ കുറെ കാലം മനു മിസ്സിംഗ് ആയിട്ട് തന്നെ കുറെ കാലമായി. ഞാനന്ന് കിരണിന്റെ അടുത്ത് ചോദിച്ചു, മനു ഇനിയും ന്യൂസ് 18 ഇംഗ്ലീഷിലേക്ക് വല്ലതും പോയോ? ശിവശങ്കറിന്റെ ഒക്കെ പാർട്ണറായിട്ട് ഇനിയും ഞാൻ എന്നിട്ട് സ്ഥിരം കാണുന്ന ചാനലും അവിടെയും കണ്ടില്ല. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചിരുന്നു ഞാൻ കിരണിന്റെ അടുത്ത്, അത് പറഞ്ഞില്ല, പുള്ളി ഇങ്ങനെ ഒരു ചെറിയ അവധിയിലാണെന്ന്. ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യൂസ് 18 പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ 15-16 ഭാഷകളിലുള്ള ചാനൽ, പിന്നെ അതുപോലെ CNBC ആവാസ്, അതിലൊക്കെ ഒരു പ്രതിനിധി എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പല പല ഘട്ടങ്ങളിൽ CNN ആയിക്കോട്ടെ, CNN ഹിന്ദി ആയിക്കോട്ടെ, ഉറുദു ചാനലായിക്കോട്ടെ, പിന്നെ എനിക്ക് അത്യാവശ്യം തമിഴ് അറിയുന്നതുകൊണ്ട് തമിഴിൽ തന്നെ ഞാൻ ന്യൂസ് 18 തമിഴിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അങ്ങനെ പല 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 ഭാഷകളിൽ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ പല യാത്രകൾ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ ക്ലോസായി അവിടെ നിന്ന് അത് ഒബ്സർവ് ചെയ്യാനായി പറ്റി. അതൊക്കെ വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടിയ ഒരു അനുഭവം. എന്റെ ഫേവറേറ്റ് ചാനലാണ്, ഇംഗ്ലീഷിലാണ്, ഞാനത് സ്ഥിരം കാണുന്നതുമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ എന്താണ് ഇവിടെ വിവാദം? അതാണ് മനസ്സിലാക്കാത്തത്. കേരളത്തിലെ ഒരു ആത്മീയ ആചാര്യൻ, ഒരു വിഭാഗത്തിന്റെ ഒരു ആത്മീയ ആചാര്യൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടതിൽ എന്തിനാണ് വിവാദമുണ്ടാക്കുന്നത്? അല്ല, കാണുക മാത്രമല്ല, പ്രശംസിക്കുന്നു. നാട്ടിൽ ഈ BJPയിൽ നിന്ന് വലിയ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട് എന്ന് മറ്റു കക്ഷികളെല്ലാം അങ്ങനെ ഒറ്റ വാക്കിൽ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് കാന്തപുരം ഉസ്താദിനെ പോലെ വളരെ ജനസമ്മതനായ ഒരാൾ നേരെ തിരിച്ചു പറയുകയാണ്, ഇവിടെ എല്ലാവരും സുരക്ഷിതരാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, മറ്റ് സ്ഥലങ്ങളെക്കാൾ ഇവിടെ നല്ല രീതിയിൽ പോകുന്നു, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, ക്ഷേമം, ഇതൊക്കെ ആണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, പ്രധാനമന്ത്രിയെ സമസ്തയുടെ പരിപാടിക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു വിവാദത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കൂലേ? ഒരു ആശയക്കുഴപ്പവുമില്ല. ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഇപ്പോഴും ഇവിടെ സംസാരിക്കുന്ന പലരിലും നിലനിൽക്കുന്ന ആശയക്കുഴപ്പം മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നിസ്സാരമായിട്ട് 1-2 കാര്യം ഞാൻ പറയും. നിസ്സാരമല്ല, സാരമായിട്ടുള്ളത്, ശ്രദ്ധിക്കാതെ പോകുന്നത്. ഏകദേശം 52 കോടി മുദ്രാ ലോൺ, 52 കോടി ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എമൗണ്ട് വേറെയാണ്. 52 കോടി ജനങ്ങൾക്ക് 15,000 തൊട്ട് 15 ലക്ഷം വരെയുള്ള മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. ഇത് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 4 കോടി വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. അത് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? 60% തൊട്ട് 90% വരെ വിലക്കുറവിൽ വിൽക്കുന്ന 18,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടുന്ന് മുസ്ലിങ്ങൾ മരുന്ന് മേടിക്കുന്നില്ലേ? അല്ല, അതല്ലല്ലോ മരുന്ന് മേടിക്കുന്നതോ, ഇതെല്ലാം അവിടെ ചർച്ചാ വിഷയമാണ്. മരുന്ന് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നില്ല, സർക്കാർ അധികാരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ വന്ന വിഷയമെല്ലാം അവരെ മതപരമായ ചില കാര്യങ്ങളിൽ അവർക്ക് നേരെ അക്രമം നടക്കുന്നു, ബീഫിന്റെ കാര്യം, അതൊക്കെയാണ് ഇവിടെ ആളുകൾ എഴുതുന്നത്. അതിലാണ് ഈ ചർച്ച. എഴുതാമല്ലോ. ഇപ്പൊ ഈ ഒരു പെട്ടെന്ന് എനിക്ക് ഇച്ചിരിയുടെ സമയം തരാൻ കുറെ കൂടെ ഒരു കാര്യം പറയാം. ഒരു ഏകദേശം 3-4 മാസത്തിന് മുമ്പ് 2 മധ്യവയസ്കരായ 2 ആൾക്കാർ എന്റെ വീട്ടിൽ വന്നു.
എന്റെ വീട്ടിൽ വന്ന് എന്റെ വീടിന്റെ ഭൂമുഖത്ത് തന്നെ ദൃഷ്ടി ഗണപതിയുടെ ഒരു ഫോട്ടോ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വന്നവരുടെ കയ്യിൽ ഇരിക്കുന്നത് ബൈബിളാണ്. അവരുടെ കയ്യിൽ കുറെ ബൈബിൾ ഉണ്ട് താനും. അവര് എനിക്ക് ബൈബിൾ തരികയാണ്. ഞാൻ ചോദിച്ചു എന്തിനാണിത്? അല്ല, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ, ഇതാണ് നല്ലത് എന്ന് തന്നെയുമല്ല, എന്നോട് ആ ഗണപതി ഫോട്ടോ എടുത്ത് മാറ്റാനും പറയുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ അതിന്റെ സുഹൃത്തിനെ വിളിക്കാൻ പറയുകയും ചെയ്തു. എനിക്ക് തിരിയാണ് വന്നത്. അവര് കാശും മേടിച്ചുകൊണ്ട് ഈ ബൈബിൾ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാനോ പ്രചരണത്തിനോ വന്നവരാണ്. അല്ലാതെ അവർ നിർബന്ധമായിട്ട് എന്നെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കാൻ വന്നതല്ല. മറിച്ച് എന്റെ സ്ഥാനത്ത് കുറെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇയാളുടെ കരണക്കുറ്റി നോക്കി അവർക്ക് അടി കൊടുക്കും. പിന്നെ കേൾക്കുന്ന എന്താണ്? ചങ്ങനാശ്ശേരി പെരുന്നയിൽ ക്രിസ്ത്യാനിയെ വഴിയിലിട്ട് RS-കാരൻ തല്ലി, അല്ലെ ഹിന്ദു തല്ലി. ഇത്തരം ന്യൂസുകളാണ് നമ്മൾ ആൾ ഓവർ ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചൊറിഞ്ഞ് വഷളാക്കണ്ട. 3-ാം തവണയും ഇവർ അധികാരത്തിൽ വന്നു, 4-ാം തവണയും വരുമായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ഭരണ സംവിധാനത്തോട് യോജിപ്പില്ലെങ്കിൽ വോട്ട് ചെയ്ത് പുറത്താക്കണം, അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിന്റെ കൂടെ പോകണം. അതാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി. വ്യക്തമാണ്. നമ്മൾ ആ വിഷയം അതിന് പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് സമയം കുറവുകൾ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോട് കൃഷ്ണകുമാർ 10:55 എന്നോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ഈ പൊതുവേദിയിൽ കണക്ട് ചെയ്യാറുള്ളൂ. എനിക്ക് പൊതുവേദിയിൽ വിളിക്കുന്ന എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത ആരുമില്ല. അപ്പോൾ കൃഷ്ണകുമാറിനെ ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും കൃഷ്ണകുമാറിനോടും എൻ്റെ അഗൈതികമായ സ്നേഹവും ഒക്കെ ഞാൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നു, വടകര ഇന്നലെ അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, കൃഷ്ണൻകുട്ടി പറഞ്ഞതാണ് ശരി, ED പുറകെ ഉണ്ട് എന്ന് പറയുന്നു. തോമസ് ജോർജ് എന്നോട് പറയുന്നു കാന്തൻപുരം ഒരു സംഖ്യയാണ്. എന്തൊക്കെയാണ് തോമസ് ജോർജ്, ഇതൊക്കെ എങ്ങനെയാണ്? ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിൽ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. മോദി വിരുദ്ധർക്ക് ഏറ്റവും കനത്ത ആഘാതമായി പോയി കാന്തപുരത്തിൻ്റെ സന്ദർശനം. മനു ഒരു ദിവസം പ്രൈം ഡിബേറ്റ് അവതരിപ്പിക്കണമെന്ന്. അപ്പോൾ നമ്മൾ പൊതുവേദിയാണ് എനിക്ക് സത്യത്തിൽ കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് കൂടുതൽ ആളുകളുമായി സംസാരിക്കുകയും ജനങ്ങളുടെ ഒരു പൾസ് എന്താണ്, അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ അറിയുകയും ചെയ്യുന്നത് ഇവിടെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലൈറ്റി ഞാനിത് കൂടുതലായും തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സന്ദീപ് വെൽ സെഡ് അബൌട്ട് ദി മാറ്റർ എന്ന് സന്ദീപിനെ പ്രശംസിക്കുന്നു. മുരളീധരൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മുരളീധരൻ നായർ MN. അപ്പോൾ അങ്ങേ എന്താ കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ മനു വീണ്ടും വന്നതിൽ എന്നെപ്പോലുള്ള നിരവധി പേരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഞാനിട്ട കമൻ്റ് ഇട്ടിരുന്നു, വായിച്ച് കണ്ടില്ല എന്ന് പറയുന്നു. അത് എങ്ങനെ? ഞാൻ എല്ലാ കമൻറ്റും നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങയുടെ കമൻറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ശ്രീ മുരളീധരൻ നായർ അങ്ങ് ഇത് കാര്യങ്ങൾ പലതും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയുടെ കമൻറ്റ് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ സാധ്യതയില്ല. അതെന്താണ്? അത് ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നതായിരിക്കാം കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ, അല്ലാതെ ഞാൻ വായിക്കാതിരിക്കില്ല. അപ്പോൾ ശ്രീ മുരളീധരൻ നായർക്ക് മുരളീധരൻ നായരെ കണ്ടപ്പോൾ എനിക്കും സന്തോഷം. അപ്പോൾ ബിഗ് ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ ആൻ്റണി രാജുവിൻ്റെ തിരിച്ചടി ശിക്ഷാവിധി നടപ്പിലാക്കും എന്ന് കോടതി പറഞ്ഞു എന്ന് ശശിധരൻ പിള്ള എന്നോട് പറയുന്നു. ഇതിനു മുൻപുള്ള പ്രധാനമന്ത്രിമാരെ ഇതുപോലെ ആരെങ്കിലും കാണാൻ പറ്റുമായിരുന്നു എന്ന് മുരളീധർ P എന്നോട് ചോദിക്കുന്നു. രഘുനന്ദൻ പറയുന്നു, എന്തിനാണ് ഇങ്ങനെ ചർച്ച നടത്തിയത് എന്നറിയില്ല, നല്ല ഉദ്ദേശമാണെങ്കിൽ അത് തന്നെ, മതസൗഹാർദ്ദം എപ്പോഴും നല്ലത് തന്നെ എന്ന് രഘുനന്ദൻ പറയുന്നു. അപ്പോൾ അവർ കൂടിക്കാഴ്ച നടത്തിയത് നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നു. മോഡിയുടെ സ്വന്തം ഗുജറാത്തിൽ എത്ര മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടു, ഇതൊക്കെ ഇന്ത്യയുള്ള കാലം മുഴുവൻ ജനങ്ങൾ മറക്കില്ല എന്ന് എന്നോട് കൃഷ്ണൻകുട്ടി പറയുന്നു. AK കൃഷ്ണൻകുട്ടി. സതി ബാബുരാജ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷക നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സതി ബാബുരാജ് എന്നോട് പറയും, നമസ്കാരം മനു, സമസ്ത സേസ് ദ ട്രൂത്ത്, they are living here good. Nowadays your personality looks good. This is our favorite channel എന്നൊക്കെ പറയുന്നത്. ദാറ്റ്സ് വെരി വെരി കൈൻഡ് ഓഫ് യു. അപ്പോൾ സതി ബാബുരാജിൻ്റെ വാക്കുകൾ എപ്പോഴും എനിക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൂടുതൽ സുന്ദരനായിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ സുമുഖനായിട്ടോ എന്താണ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്. ഓക്കെ. അപ്പോൾ അജയ് കുമാർ പറയുന്നു ബാലറ്റ് പേപ്പർ ഷുഡ് കം ബാക്ക്, അല്ല അജയ് കുമാർ വിഷ് ബാലറ്റ് പേപ്പർ ഷുഡ് കം ബാക്ക് എന്ന് അജയ് കുമാറിനോട് ഷിജു പറയുന്നു. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനുള്ള മറുപടിയാണ്. ബീഫിൻ്റെ പേരിൽ മാത്രം എത്ര പേരെ വധിച്ചു എന്ന് ഓർക്കണമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ ഇത്. ഓക്കെ. അപ്പോൾ ഷിജുവും ഒക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഗോപകുമാർ പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, നമസ്കാരം. തമിഴ്നാട്ടിലെത്തിയോ? ഇല്ല, തമിഴ്നാട്ടില് പോയില്ല. നാളെ ഒരു പൂരം ഉണ്ട് നമ്മുടെ നാട്ടില്, പരിയാനം പറ്റക്കാവ് പറയും, ചെറുപ്പശ്ശേരി. അത് ശരി.
അവിടെ ഒരു പൂരം ഉണ്ട്. അപ്പൊ നാളെ അതും കൂടി ഈ കഴിഞ്ഞിട്ട് ചെർപ്പളശ്ശേരിക്കാർക്ക് ഈ പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവിടെ ആനയെ കാണുക അല്ലേ? അയ്യോ ഭയങ്കരാണ്. ഞങ്ങള് അങ്ങനെ ഒരുവിധം നമ്മൾ തട്ടകത്തിലെ പൂരം മാതിരിയാണ്, നമുക്ക് തട്ടകമാരിയാണ്. അപ്പൊ പൂരത്തിന് എന്താണ് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? എന്താണ് പൂരത്തിന്? ഒരു നാളെ കാളവേലയാണ്. കാളവേല എന്ന് പറയും ഞങ്ങള്. കൃത്രിമ കാളകള്. മറ്റൊന്ന് ആനയെ കൊണ്ടുള്ള പൂരം. അപ്പൊ അവിടെ പലപ്പോഴും ഈ നിങ്ങൾ വലിയ ആനകളെയൊക്കെ കൊണ്ടുവന്ന്, ആനകൾ വലുതാണ് എന്നാലും അവിടെ പേര് കേട്ട ആനകളെയൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുണ്ടല്ലേ ഈ പൂരത്തിന് ആ പ്രദേശത്ത്? തീർച്ചയായിട്ടും. മംഗലാംകുന്ന് അയ്യപ്പൻ, മംഗലാംകുന്ന് കർണൻ, മംഗലാംകുന്ന് ഗണപതി, അത് നമ്മൾ ഈ മംഗലാംകുന്ന് എന്ന് പറയുന്നതിന്റെ അടുത്താണ് എന്റെ വീട്. അതുകൊണ്ട് അവര് വീട്ടിൽ തന്നെ 30-40 ആനകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ കുറച്ച് കമ്മിയാണ്. അപ്പൊ ശ്രീ ഗോപകുമാർ ഒരു ആനപ്രേമിയാണോ? തീർച്ചയായിട്ടും ആന ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ടല്ലോ, ദേവാസുരം പറഞ്ഞ സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ, ആ പടം ഞങ്ങൾ ഈ അമ്പലത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പരിയാരംപറ്റക്കാവിലാണ്. ലാസ്റ്റ് മോഹൻലാൽ അയാളുടെ കൈ വെട്ടുന്ന, ദേവാസുരത്തിൽ കൈ വെട്ടുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഇല്ലല്ലേ, അതൊക്കെ നമ്മൾ ഈ അമ്പലത്തിലാണ് ഷൂട്ടിങ്. ഒരു 90% നമ്മളെ ഈ ഭാഗത്ത് കൂടെ ആയിരുന്നു ഷൂട്ടിങ്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാലല്ലോ അപ്പൊ ബിസിനസ് ഒക്കെ എന്ത് സംഭവിക്കുക? അവിടെ പോകണം, നോക്കണ്ടേ? നോക്കണം. എന്തെന്ന് നാളെയും കൂടി കഴിഞ്ഞിട്ടാണ് പോവാന്ന് കണക്കൂട്ടി. നാളെ വൈകുന്നേരത്ത് ഒന്നൊന്ന് പോകണം. നാളെ ഒന്ന് പോയിട്ട് മറ്റന്നാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇലക്ഷനേ വരുള്ളൂ. അതാണ് ഉദ്ദേശം. അതെയോ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോ ശ്രീ ഗോപകുമാർ, ഈ ന്യൂനപക്ഷ വിരുദ്ധർ അല്ലെങ്കിൽ മുസ്ലിമിനോട് താല്പര്യമില്ലാത്തവർ എന്നൊക്കെ തരത്തിലൊക്കെ വലിയ വിമർശനം നേരിട്ട BJP സർക്കാരിൻ്റെ ആ പ്രതിച്ഛായ മാറുന്നു എന്ന സൂചനയാണ് അങ്ങേക്ക് ഈ ചിത്രം കാണുമ്പോൾ തോന്നുന്നത്? അതോ ഇതൊരു തൽക്കാലം വന്ന ഒരു പരിപാടിക്ക് വന്ന് പ്രധാനമന്ത്രിയെ കണ്ടു എന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ അതിന്റെ സത്യാവസ്ഥ, അതായത് കാന്തപുരം അബൂബക്കർ ഒരു സംസ്ഥയുടെ ഒരു പ്രമുഖ സമുദായ നേതാവാണല്ലോ. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു 95 വയസ്സ്, 90+ വയസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 90-95 വയസ്സുണ്ടാവും വിചാരിക്കുന്നു. അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കൂടെ ഒരു ആളും കൂടി ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള. ഈ സംഭാഷണം നടത്തുമ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ അതിന്റെ കൂടെ അജിത് ഡോവല് പറഞ്ഞ നമ്മളെ ആളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം എന്തോ ഇല്ലാന്നുണ്ടെങ്കിൽ അജിത് ഡോവലിനെ ഒരു കാരണവശാലും നരേന്ദ്രമോദിയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരാളല്ല. ഇങ്ങനെ ഒരു ഇത് നടക്കുന്ന സമയത്തുള്ള ആളല്ല. അജിത് ഡോവൽ അവിടെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഇപ്പൊ ഇടയിൽ വന്ന് കേരളത്തിൽ വന്ന് ഒരു രഹസ്യ സന്ദർശനം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട്. പിന്നെ മൂപ്പര് മൂപ്പരെന്ന് പറയാൻ പാടില്ല, വയസ്സായിട്ടുള്ള ഒരാളാണ്. നമ്മള് കാന്തപുരം പറഞ്ഞത്, പുറത്തു വന്ന് പത്രക്കാരോട് പറഞ്ഞത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതമാണ്. ആ ഒരൊറ്റ ഡയലോഗ് മതി BJPക്ക് മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും എല്ലാവരായിട്ടും ഒരേമാതിരിയുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്. എല്ലാവരും പറഞ്ഞ് മാറ്റുക. മുസ്ലിം വിരോധികളാണ് BJPക്കാര്, സംഘികൾ അവർ വന്നു കഴിഞ്ഞാൽ ഇവര് പാകിസ്ഥാനിലേക്ക് നാട് കടത്തും, ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിയിൽ ഉള്ള ആൾക്കാർ, അച്ഛന്മാര്, പള്ളിയിലെ അച്ഛന്മാരൊക്കെ നമ്മളെ പാർട്ടിയായിട്ട് കൂടുതൽ സഹകരിക്കുന്നു, കുറെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു. വോട്ടല്ല മെയിന്. പക്ഷെ ഈ ഇതൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. മൊത്തത്തില് BJP പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയല്ല ഇതിന്റെ പേര്. BJP എന്ന് വന്നു കഴിഞ്ഞാൽ RSSന്റെ തലവനായിരുന്നു, RSSന്റെ നേതാവായിരുന്നു മോദി എങ്കിലും കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ മനുജി ഭരിക്കുന്നത്, ഇന്ത്യ ഭരിക്കുന്നത്. അല്ലാണ്ട് RSS അല്ലല്ലോ ഭരിക്കുന്നത്. RSSൽ ഉണ്ടായിരുന്ന ആൾ തന്നെ നരേന്ദ്രമോദി പറയുന്നില്ല. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല അതിന്റെ പേര്. ഭാരതീയ ഹിന്ദു പാർട്ടി എന്നാണോ? എന്റെ അറിവിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ എല്ലാവരും സബ്കെ സാത്ത് സബ്കാ വികാസ് എന്നാണ് നരേന്ദ്രമോദിയുടെ ഒരു ഇതന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ല ചെയ്യുന്നുള്ളൂ. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പദ്ധതി, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പദ്ധതി, ക്രിസ്ത്യാനികൾക്ക് ഇല്ല ഇതില്, മുസ്ലിങ്ങൾക്ക് ഇല്ല, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ സഭ എങ്ങനെ ചാടിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഉത്സവത്തിലൊക്കെ അവിടെ നമ്മുടെ ആളുകളോടൊക്കെ, അങ്ങയുടെ കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെയും കൂടി ആശംസകൾ അറിയിക്കണം. ഉത്സവമൊക്കെ ഗംഭീരമാകട്ടെ, ആരെയൊക്കെ അവിടെ നന്നായി. ഒറ്റ മിനിറ്റ്, ഞാൻ ഇതിന്റെ മുന്നേ ഒരു തവണ ഒരു വലിയൊരു ഇത് നടത്തിയത് മനുജി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ടെലിഫോണിൽ എന്തോ കട്ടായി പോയി. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ. മനു സാർ, നമസ്തേ.
നമസ്കാരം. സാർ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന രാഷ്ട്രീയ പ്രതിനിധികളുമായി നല്ല സൗഹൃദം ഇരുകൂട്ടർക്കും നല്ലതാണ് സാർ. അതിലൂടെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടതിൽ യാതൊരു തെറ്റുമില്ല സാർ. അത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് എന്റെ അഭിപ്രായം സാർ. അതുകൂടാതെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചത് സാർ, അതായത് നമ്മളുടെ മുരളീധരൻ സാർ ഒരു സയന്റിസ്റ്റ്, റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്. കുറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാർ. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ഒരു സയന്റിസ്റ്റ് ആണ് സാർ അദ്ദേഹം. ഓക്കെ സാർ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ സുരേഷ് പട്ടേൽ 3641 മോദിജിക്ക് ഒരു ഹൃദയം, ചുവന്ന ഹൃദയങ്ങൾ 5 അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പൊതുവേദിയുടെ ഇതിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ മിനി ടീച്ചർ എന്നോട് പറയുന്നത് ഗുഡ് ഈവനിങ് മനു സാർ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് പറഞ്ഞത് അവിടെ ടെലിഫോണിൽ ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ടായിരിക്കാം. മുരളീധരൻ നായർ പറയുന്നത് ന്യൂനപക്ഷം എന്ന വാക്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മാറ്റണം, അതിന് എന്തെങ്കിലും ഒരു പുതിയ നിർവചനം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അത് മൈനോറിറ്റി എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൊതു വാക്കാണ്. അത് മാറ്റണോ? അത് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ശിവൻ കരോളി പിന്നെ എന്നോട് പറയുന്നത് മലപ്പുറം ജില്ല 2 മുറിച്ച് ഉസ്താദിനെ ഏൽപ്പിച്ച് അതിനാണ് ചർച്ച നടത്തിയെന്ന്. എനിക്കറിയില്ല. ഷാജി ഭാസ്കർ ഏതായാലും ഗോപകുമാർ നല്ല അറിവുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിലവിൽ ബാറിൻ്റെ സമയം കൂട്ടി 10 to 12 ഇതുകൂടി പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരി, അതാ പറയുന്നത് രാജേഷാണ്. രാജേഷിന് ഈ ബാറിൻ്റെ സമയം കൂട്ടിയതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജേഷ് പക്ഷേ ബാറിൻ്റെ സമയം കൂട്ടുന്നതൊക്കെ കൊള്ളാം, അങ്ങോട്ടേക്ക് അധികം രാത്രിയൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അനിയൻകുട്ടൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ചുരുങ്ങിയ വാക്കുകൾ. സാറേ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടു, മതപണ്ഡിതന്മാരുടെല്ലാം നമ്മുടെ ഭരണകർത്താക്കളെ ചർച്ച നടത്തണമെന്ന്. ഈ 2024 മുമ്പ് ഇത് കണ്ടില്ലല്ലോ. 2024 ഇത് മുമ്പേ എവിടെ വെച്ച് കാണാനും തല്ലിക്കൊല്ലുക, കെട്ടിത്തൂക്കുക, ചുട്ടുകരിച്ച് കളയുക, അതായിരുന്നല്ലോ നടന്നത്. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം BJPയും മോദിയും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? നെഹ്റുവിന്റെ കാലം മുതലുള്ള കോൺഗ്രസിന്റെ രീതിയും അവരുടെ പ്രവർത്തനവും അവര് ഇവിടെ രാജ്യം നടപ്പാക്കി അതേ ലൈനിൽ ഇപ്പം കയറി വരിക. അല്ലെ ഇവർക്ക് പിടിച്ചു നിൽപ്പില്ല, രക്ഷയില്ല. കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലുള്ള ആ സാഹചര്യം കണ്ടോ? 450 പിടിച്ച് കോൺഗ്രസിന് 14 സീറ്റ് 12 സീറ്റൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പൊ അവർക്ക് മനസ്സിലായടാ ഇത് കളി മാറും. ഇനി ഒരു MP ഇല്ലെങ്കിലും ഒരു MLA ഇല്ലെങ്കിലും ഒരു ജനപ്രതി ഇല്ലെങ്കിലും കോൺഗ്രസ് പാർട്ടി നശിച്ചു പോകുന്ന പാർട്ടിയല്ല അത്. ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകും അത്. അതുകൊണ്ട് സാറെ കൂടുതൽ നിർമ്മിക്കുന്നില്ല. അപ്പോൾ വ്യക്തമാണ്. എനിക്ക് ഒരു ചെറിയ അപ്പോൾ ഞാനൊരു ചെറിയ തെറ്റ് എൻ്റെ ഇത് സംഭവിച്ചു. അപ്പോൾ ഷാജി ഭാസ്കർ എഴുതിയത് ഗോപകുമാർ ഇത്ര മറവിയുള്ള മനുഷ്യനാണോ എന്നാണ്. അപ്പോൾ ഞാനത് ജമ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത്ര അറിവുള്ള ആളാണോ വിചാരിച്ചു പോയി. അപ്പോൾ ഗോപകുമാർ അത്ര മറവിയുള്ള ആളാണോ എന്നാണ് ഷാജി ഭാസ്കർ ചോദിച്ചത്. അപ്പോൾ ഷാജി ഭാസ്കർ എനിക്ക് തെറ്റുപറ്റി, ഞാൻ അതിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയത് അതാണ്. അപ്പോൾ നമ്മൾ എന്താണ് മറവി എന്നെനിക്ക് മനസ്സിലായില്ല. ഓക്കെ, എന്താണെന്നറിയില്ല. കലാപരിപാടി 10 മണിക്ക് അവസാനിപ്പിക്കണം. ഇത്തവണ കലാകാരന്മാരുടെ വോട്ട് സർക്കാരിന് എതിരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പരിപാടികളൊക്കെ 10 മണിക്ക് അവസാനിപ്പിക്കണം എന്നാണ് ഉള്ള നീക്കം. അത് കലാകാരന്മാരുടെ വോട്ട് സർക്കാരിനെതിരാകും എന്ന് പറയുന്നു. ഗോപകുമാർ പറഞ്ഞ കാര്യം ഞാനും ശ്രദ്ധിച്ചു. അജിത് ഡോവലും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് എന്നത് ശ്രദ്ധിച്ചു എന്ന് എന്നോട് മുരളീധരൻ നായർ MN എന്നോട് പറയുകയും ചെയ്യുന്നു. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, എന്നോടൊപ്പം അനഘ ചേരുന്നുണ്ട്. അപ്പോൾ അനഘ ഒരു യുവാക്കളുടെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ. അപ്പോൾ അനഘ, ഈ സാധാരണ BJP വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ നേതാക്കളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് എപ്പോഴും ഒരു വിമർശനം എന്ന നിലയിലാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു എന്നതിൻ്റെ സൂചനയാണോ നൽകുന്നത്? അനഘയ്ക്ക് ഈ ചിത്രം കാണുമ്പോൾ പുതിയ തലമുറയുടെ വക്താവ് എന്ന നിലയിൽ എന്തു തോന്നി? ഇപ്പം നമ്മളാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അത് എല്ലാ പാർട്ടികളും മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതില് പറയാനുള്ളത് ഇത് സമസ്ത എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു സമുദായ സംഘടനയാണ്. അപ്പൊ ഓരോ സമുദായ സംഘടനകൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്, കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അവർക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിപ്പോ നിങ്ങൾക്ക് എത്രയൊക്കെ ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ട്.
ആ സർക്കാരിനെ ലീഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ഓരോ കാര്യങ്ങളും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ബോധിപ്പിക്കേണ്ടത്. പക്ഷെ ഇതിൽ അതല്ല ഇവിടെ തർക്ക വിഷയമായി വന്നത്. ഇന്ത്യയിൽ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ അക്രമം നേരിടുന്നു എന്നാണല്ലോ പൊതുവെ മറുപക്ഷം പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് പറയുന്നിടത്താണ് പലർക്കും വിയോജിപ്പ് വന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെയാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഈ പ്രസ്താവന രണ്ട് തട്ടിലാക്കിയിരിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗത്തെ ആളുകളെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനക്കൊക്കെ എന്ത് തോന്നുന്നു? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സാറേ, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റി എന്ന് പറയുന്ന സാധനം, അതുപോലെ എല്ലാവരും നമ്മുടെ രാജ്യത്തിനെ പോലെ ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം വേറെ എവിടെയും കാണത്തില്ല. അപ്പം എല്ലാവർക്കും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം കണ്ടതിന്റെ ആവശ്യങ്ങൾ എന്താണ്, അതിനെന്തെങ്കിലും പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടോ, അതൊക്കെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് അതിലോട് കൂടുതലായിട്ടും ഡീപ്ലി ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണല്ലോ. ഇപ്പം ഏതൊരു സംഘടനയാണേലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സമുദായ സംഘടന ആയിക്കോട്ടെ, അവർക്ക് കാലാകാലങ്ങളായിട്ട് അവരുടെ പെർസ്പെക്റ്റീവ് മാറാം, അവരുടെ ആ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ നിൽക്കണമെന്നുള്ളത് തീരുമാനിക്കുക എല്ലാ സമുദായ സംഘടനകൾക്കും ഉണ്ടല്ലോ. അപ്പം ഇതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ആണെങ്കിൽ അത് വലിയൊരു ചേഞ്ച് ആയിരിക്കാം. പക്ഷെ അത് പൊളിറ്റിക്കൽ ചേഞ്ച് ആവാതിരിക്കാം. ഇതിപ്പോ ഇവർ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിനെ വിമർശിക്കാം. അപ്പൊ ഇതിനകത്തൊന്നും എന്ത് എപ്പോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എപ്പോ എങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ എപ്പോ വേണേലും എന്ത് സംഭവിക്കാം. ഇന്ത്യയിൽ ഇപ്പൊ ഉണ്ടായ നമ്മുടെ ചന്ദ്രനായിഡു ബാബു, പുള്ളിയായിട്ട് എന്തൊക്കെ പ്രശ്നം നടന്നതാണ്. പിന്നീട് ഇപ്പൊ ഒരു സഖ്യ സർക്കാരായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏതായാലും അനഘയുടെ നിലപാട് വ്യക്തമാണ്. അപ്പോൾ നമ്മളിത് ഒരു സമുദായ സംഘടന അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രധാനമന്ത്രിയെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് അനഘ പറയുന്നത്, അല്ലേ? ഏതായാലും അനഘയുമായിട്ട് ദീർഘനാളുകൾക്ക് ശേഷമാണ് സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാനും കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല. ഏതായാലും അമ്മയ്ക്കും അച്ഛനും ഒക്കെ സുഖമായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ആണോ? അത് ശരി. അപ്പോൾ ഏതായാലും സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ, അല്ലേ? ഇല്ല, പക്ഷെ എനിക്ക് ഇത് മൂന്നാമത്തെ കോളാണ്. ആണോ? മൂന്നാമത് 2 വട്ടം റിങ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ആണ് ഇതും കൂടെ വിളിച്ച് കിട്ടി ഞാൻ കട്ടിക്കാന്ന് പോയാ. അതെയോ? ഓക്കെ, ശരി. അത് എനിക്കൊന്ന് ബ്രേക്കിൻ്റെ ഇടയിൽ വിളിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും വ്യക്തമാണ്, അനഘയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമലയാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമസ്കാരം. നമസ്കാരം. ഇന്നലെ ഞാൻ വിളിച്ചു, അവസാനം വരെ ലൈനിൽ നിന്നും അവസാനം കട്ടായി. അത് സമയം അതിക്രമിച്ചു. അത് എനിക്ക് മനസ്സിലായി. ഇല്ല, എനിക്ക് പരാതിയില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമ്മൾ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് വിഷമമില്ലെന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, പക്ഷെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനും പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുമൊക്കെ ആയതുകൊണ്ട് കുറെ ദിവസത്തിന് ശേഷമാണല്ലോ സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പൊ അത് പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷേമകാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞത് ഞാൻ കേട്ടു, അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാൻ സമയമില്ലല്ലോ. ഇപ്പൊ ഈ അദ്ദേഹം പോയി പ്രധാനമന്ത്രിയെ കണ്ടതുമായിട്ട് ഞാനിത് കൂട്ടിക്കെട്ടി എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാല്, നമ്മുടെ രാഷ്ട്രപിതാവ് വധിക്കപ്പെട്ടത് എന്തിനായിരുന്നു? രാഷ്ട്രപിതാവ് വധിക്കപ്പെട്ടത് ഇന്ത്യയിൽ മതസൗഹാർദ്ദം വേണമെന്നും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടരുന്നതും ഒക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു ക്യാമ്പയിനിൽ വിഷമം തോന്നിയതാണ് അന്നത്തെ ഈ മത തീവ്രവാദികൾപ്പെട്ട ആള് അദ്ദേഹത്തെ വധിച്ചത്. അതിനുശേഷം ഇതുവരെയായിട്ട് നടന്ന കാര്യങ്ങള് നമ്മൾ BJP ആയിട്ട് ചേർത്ത് വെച്ച് നോക്കിയാല് BJP ഇതുവരെ മാറിയിട്ടില്ല. കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാരാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്നുള്ള കവിത പോലെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ പുള്ളിയൊന്നും മാറുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വയനാട്ടിൽ വന്നൊരു കുഞ്ഞിന് ഉമ്മ കൊടുത്തിട്ട് പോയ ആളല്ലേ പ്രധാനമന്ത്രി. ആ കുഞ്ഞിന് മുട്ടായി മേടിക്കാനുള്ള പൈസ കൊടുത്തോ? അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ഒരാളിനെ കാണാനാണ് ഈ കാന്തപുരം പോയതെന്ന് ഓർക്കണം. ഇവരുടെ വിചാരധാര പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരൊക്കെയാണ് ശത്രുക്കള്? മുസ്ലിങ്ങൾ 1ാം ശത്രു, ക്രിസ്ത്യാനി 2ാം ശത്രു, കമ്മ്യൂണിസ്റ്റുകൾ 3ാം ശത്രു. അത് മാറ്റി എഴുതിയിട്ടില്ല. വടക്കേ ഇന്ത്യയില് ഈ യോഗി ആദിത്യനാഥ് ഒക്കെ ഭരിക്കുന്ന UP-യില് എന്തുമാത്രം ആൾക്കാരാണ് പീഡിപ്പിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും. ബീഫ് കൈ വെച്ചെന്നും പറഞ്ഞ് വെറുതെ ആട്ടിറച്ചി കൈ വെച്ചവരെയൊക്കെ തല്ലിക്കൊല്ലുന്ന സംഭവമാണ് അവിടെ നടക്കുന്നത്. അവരെത്ര സമാധാനം ഇല്ലാതെ അവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്. അതിന്റെ കൂടെ നമ്മൾ ഈ ഡൽഹിയില് കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടതും കേരളത്തിൽ ഫറൂഖ് അബ്ദുള്ള പിണറായി വിജയനെ കെട്ടിപ്പിടിച്ചത് 2 കാര്യങ്ങളുണ്ട്. അത് വാർത്ത വന്നായിരുന്നോ?
കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ആ, ഫറൂഖ് അബ്ദുള്ള എന്ത് പറഞ്ഞിട്ടാണ് പിണറായി വിജയനെ കെട്ടിപ്പിടിച്ചത്? എന്തായിരുന്നു പുള്ളി പ്രസംഗിച്ചത്? ഇന്ത്യയിൽ മനുഷ്യൻ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, കേരളം മാത്രം. മതസൗഹാർദ്ദം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കെട്ടിപ്പിടിച്ചത്. അതറിയാലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് പിന്നെ കാന്തപുരം വെറുതെ ഒന്ന് പോയി നോക്കിയതാ, എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാ. ഒരു പ്രതീക്ഷയും വെക്കേണ്ട. മുസ്ലിങ്ങളോടും ന്യൂനപക്ഷങ്ങളോടും കമ്മ്യൂണിസ്റ്റുകളോടും ഉള്ള നിലപാട് ഒരിക്കലും BJP മാറ്റില്ല. അവരുടെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കില്ലെന്നാണ്. അവരിപ്പോ പറയുന്നത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ ഹിന്ദു രാജ്യമാണെന്നാ പറയുന്നത്. അത് പിന്നെ മറ്റുള്ളവരുടെ ഗതി പറയേണ്ട കാര്യമില്ലല്ലോ. അതോ ഇത് തന്നെയായിരിക്കും. ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ട. കുഞ്ഞിനുമ്മ കൊടുത്തു പോയതിനു ശേഷം ഒരു കുഞ്ഞിന് മുട്ടായി മേടിക്കാൻ പോലും കാശ് കൊടുക്കാതിരുന്ന പ്രധാനമന്ത്രി മോദി തീർത്തും മനുഷ്യത്വ രഹിതമായിട്ട് തന്നെയായിരിക്കും ന്യൂനപക്ഷങ്ങളോടും കേന്ദ്ര സർക്കാർ അവരോട് പെരുമാറുന്നതും ഇനിയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതും. ആരും ഒരു പ്രതീക്ഷ വയ്ക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാജൻ കൂടി ചേരുകയാണ് കൊല്ലത്ത്. ശ്രീ രാജൻ, അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് പ്രതീക്ഷയില്ല. അദ്ദേഹം പറയുന്നത് ഇത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഇവര് എന്നാണ്. എന്ത് തോന്നുന്നു ശ്രീ രാജന്? കുറെ നാളായല്ലോ കണ്ടിട്ട്. ആ വെളുത്ത ചിരിയും ആ വെളുത്ത മുഖവും സ്പെഷ്യൽ കോട്ടും ഒക്കെ ആയിട്ട് ആളിനെ ഇങ്ങനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കുറെ ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ബോംബെയിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇന്നാ കാണുന്നേ, ആള് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നു. ഞാൻ കുറച്ച് ദിവസം ഞാൻ അവധിയായിരുന്നു. രാജൻ എന്നെ അന്വേഷിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? കാണാത്ത പല പ്രാവശ്യം ചോദിച്ചു, എന്തെങ്കിലും ചോദിച്ചു, പറഞ്ഞു സുഖമില്ല. ഞാൻ വിചാരിച്ചു വല്ല പഞ്ചായത്ത് ഇലക്ഷൻ വല്ല നിന്ന് തോറ്റു പോയിട്ട് ഇനിയും വരാതിരിക്കാത്തോന്ന് വിചാരിച്ചു. എങ്ങനെ സുഖമായിട്ടിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും അറിഞ്ഞു അസുഖമാണ്, ഞാൻ കേട്ടിപ്പം. നന്നായിരിക്കട്ടെ, എല്ലാം നന്മകളും നേരുന്നു. ഹലോ, കേൾക്കുന്നു. ഞാൻ പറയാം. ഈ ഇപ്പൊ ആരോ പറയുന്ന കേട്ട് എന്തെന്നാ മുസ്ലിങ്ങളെ ഇതിനെ പിന്നെ ബീഫ് കൈ വെച്ചു എന്നുള്ളതെന്ന് പറഞ്ഞോണ്ട് BJP തല്ലിക്കൊന്നു. പേൽഗാമില് മുണ്ടുപൊക്കി നോക്കിയിട്ട് 26 പേരെ കൊന്നതിന് കുഴപ്പമില്ല, ബീഫ് കൈ വെച്ചാൽ ഒരാളിനെ കൊന്നതിനാ കുഴപ്പം പറ്റിയത്. അതുപോലെ തന്നെ ആ രാജസ്ഥാനിലെ ഒരു പയ്യക്കാരനെ കഴുത്തറുത്ത് കൊന്നു, അതിനും കുഴപ്പമില്ല. പിന്നെ കാന്തപുരം മോഡിയെ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതും നമ്മുടെ VD സതീശൻ പറയട്ടെ. ശരിയാണോ അതോ തെറ്റാണോ എന്ന് VD സതീശനാണ് ഇപ്പൊ പറയേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഇപ്പൊ പറയണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതായത് ദീർഘനാളത്തിന് ശേഷം ശ്രീ രാജനും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ സന്തോഷം. അപ്പോൾ എന്നോടൊപ്പം ഷിജു പറയുന്ന അജിത് ഡോവൽ ഈസ് ബിഹൈൻഡ് സമസ്ത മീറ്റിംഗ് വിത്ത് PM എന്ന് പറയുന്നു. കുഞ്ഞാലി പറഞ്ഞത് കുഞ്ഞാലിയുടെ നിലപാടിനെ അംഗീകരിക്കുന്നു. കബീർ സെയിനും എനിക്ക് തോന്നുന്നു കാന്തപുരം ഉസ്താദിൻ്റെ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അനഘയുടെ ശബ്ദം വളരെ മധുരമാണ് എന്നോട് ഷിജു പറയുന്നു. ഷിജു കൊള്ളാം. ഓക്കെ, കുടുംബം പോറ്റാൻ ഇറങ്ങിയ കലാകാരന്മാർക്ക് 10 മണിക്ക് ശേഷം നിരോധനം, ബാറിന് സമയം 12 മണി വരെ നീട്ടി, ഇതെന്ത് നയം എന്നൊക്കെ എന്നോട് ശശിധരൻ പിള്ളை ചോദിക്കുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കലാകാരന്മാർക്ക് കുറച്ചുകൂടിയൊക്കെ സമയം അനുവദിക്കാം. നമ്മൾ കൂടുതൽ കലാപരമായി ചിന്തിക്കുകയും കലാപരമായുള്ള നിലപാടുകൾ ഒക്കെ ആകുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ കലയോട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ സംഘർഷങ്ങളെ കുറയുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ഉന്നയിച്ച വിഷയം ഞാൻ യൂട്യൂബിൽ ഇന്ന് പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിരുന്നു. BJP കൂടുതൽ ഒരു ന്യൂനപക്ഷ പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്ന ചോദ്യത്തിന് 47% ആളുകൾ യെസ് എന്ന് പറയുന്നു. പക്ഷേ 53% ആളുകൾ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല, ന്യൂനപക്ഷ പിന്തുണ വർദ്ധിക്കുന്നില്ല എന്ന നിലപാടാണ് പറയുന്നത്. ഏതായാലും മതങ്ങൾ വ്യത്യസ്തമാകാം, രാഷ്ട്രീയ നിലപാടുകൾ വേറെയാകാം, പക്ഷേ സാമൂഹിക ഐക്യവും പരസ്പര ബഹുമാനവും ഇല്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാകില്ല, സ്ഥായിയായ പുരോഗതി കൈവരിക്കാനാകില്ല. ഭിന്നതകളെ സംഘർഷത്തിലേക്ക് എത്തിക്കാതെ സംവാദങ്ങളിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് പ്രധാനം. അവിശ്വാസം കൊണ്ട് അകറ്റി നിർത്താതെ വിശ്വാസം കൊണ്ട് ചേർത്ത് നിർത്തുകയാണ് നാം ചെയ്യേണ്ടത്. മനുഷ്യനെ മനുഷ്യനായി കാണുക, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യകത. നേതാക്കളും മതപണ്ഡിതരും പൊതുസമൂഹവും ഒക്കെ പ്രവർത്തിക്കേണ്ടത് അതിനാണ് എന്നതാണ് ഇന്നത്തെ ഈ ലോകം എല്ലാവരോടും വ്യക്തമാക്കുന്നത്. ഐക്യം ഒരു മുദ്രാവാക്യമല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ്. സഹോദരത്വം എന്നത് ഒരു പ്രധാന ഘടകമാണ്. സാഹോദര്യം ശക്തമാകുമ്പോൾ രാഷ്ട്രം ശക്തമാകുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.